നമ്മൾ അനാഥരായി ഒരു പണി കിട്ടി ഗൈസ്. ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു വീക്കെൻഡ് ആണ്, വീണ്ടും ഒരു സാറ്റർഡേ ആയി. അങ്ങനെ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ട്രിപ്പ് പോയത്. അപ്പൊ ഇന്നിപ്പോ സാറ്റർഡേ ആണ്. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത്, രാവിലെ ദീപില്ലാത്തോണ്ട് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ട് വീട്ടില്. പുള്ളിക്കാരത്തി ജിമ്മിൽ പോയിരിക്കുകയാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് തുടങ്ങി ജിമ്മിൽ പോകാൻ, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും. പിന്നെ ഞാൻ ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല. ഈ ആഴ്ച വേണം പോകാനായിട്ട്. പുള്ളിക്കാരത്തി പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ പോകുന്നത് കുക്കുവിന് എന്താ വേണ്ടേ, കുക്കു ആസായി ബോൾ വേണം. അപ്പോൾ വീക്കെൻഡ് ആയി കഴിഞ്ഞ് കുക്കുവിന് ആസായി ബോൾ കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആസായി ബോൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തു. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യണം. പിന്നെ എൻ്റെ ഹെയർ തല കുളിക്കുന്ന ദിവസമാണിത്. അപ്പോൾ പിന്നെ നമുക്ക് ഈവനിങ് ഒരു ഇവന്റ് ഉണ്ട്. അപ്പോൾ ദീപ് മൺഡേ ആണ് വരുന്നത്. നമുക്കിപ്പോൾ പോയിട്ട് ആസായി ബോൾ വാങ്ങിക്കാം. അപ്പൊ ഞാൻ കുളിച്ച് റെഡിയായി. മുടിയൊക്കെ ഞാൻ ഒരുവിധം ഡ്രൈ ചെയ്തു. സ്ട്രെയിറ്റ് ഒന്നും ചെയ്തില്ല, സമയം കിട്ടിയില്ല. ഇപ്പൊ 12 മണിയായി. കരിഞ്ഞു. നിനക്ക് വിശക്കുന്നോ? വിശന്ന് കരിഞ്ഞു, വയറൊക്കെ കരയുന്നു. അപ്പം ഞാൻ വാസന റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് നമ്മളിപ്പോൾ ആസ് യൂഷ്വൽ അമ്പലത്തിൻ്റെ അവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നു. എടുത്തു വാസന സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയില്. സുന്ദരിയായി. അപ്പൊ നമ്മള് സുന്ദരിയായിട്ട് എങ്ങോട്ടാ പോകുന്നേ? ഞണ്ണാൻ. 12 മണിയായി. ഒരാൾ ജിമ്മിലൊക്കെ പോയി ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നു. ഞാൻ രാവിലെ പതുക്കെ എണീറ്റ് ഞാൻ ഇപ്പൊ പക്ഷെ വിശന്ന് എൻ്റെ വയറൊക്കെ കരയുന്നു. ഞാൻ കുളിച്ച് മുടിയൊന്നും സ്ട്രൈറ്റൻ ചെയ്തില്ല. ഇയാളുടെ മുടി നോക്കൂ, കണ്ട ഭയങ്കര സ്റ്റൈലാണ്. എപ്പോഴും ഇങ്ങനെ സ്റ്റൈലായിട്ട് നടക്കും. ഞാനിങ്ങനെ കൂറയായിട്ട് നടക്കും. നമ്മളിപ്പോ വീണ്ടും എവിടെ പോകുന്നു? അമ്പലത്തിലേക്കല്ല, അമ്പലത്തിന്റെ അപ്പുറം. അത് പറയൂ. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ആ ഭാഗത്തേക്ക് പോകുന്ന ചില ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ നമുക്ക് അവിടെ പോയി കാണാം. കുട്ടി എന്താ കഴിക്കാൻ പോണെന്ന്? ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഉപ്പുമാവുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഉപ്പുമാവ് അന്ന് നമ്മൾ സാറ്റർഡേ അല്ലേ പോയി അവരുടെ വീട്ടില്, രാധുന്റെ വീട്ടില്. അപ്പൊ ഉപ്പുമാവ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പൊടി ഇഡ്ഡലി ഉണ്ടെന്നാണ്. ഇന്ന് പൊടി ഇഡ്ഡലിയും ഉപ്പുമാവും ഉണ്ട്. നാളെ ഇത് പൂരിയും ദോശയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇഡ്ഡലി പൊടി ഇഡ്ഡലി പൊടി ഇഡ്ഡലി. വാസന ഉപ്പുമാവ് കഴിക്കാൻ വന്ന് ഉപ്പുമാവ് കിട്ടിയില്ല. മുടി ഇരിക്കുന്നു നോക്ക്. കുളിച്ചല്ലോ. ഭയങ്കര യുദ്ധത്തിന് പോണ പോലെ പടം അടയാളം. എൻ്റെ മുടി അങ്ങനെ തന്നെ. എരുണ്ടാ? എരിവുണ്ട്. കൂടുതലാണോ ഫോർ യു? ആണോ? എത്ര രൂപ കഴിക്കില്ലേ? വാട്ട് ഇസ് ദിസ് മാൻ? ഞങ്ങളിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അല്ല, നമുക്ക് മറ്റേ എന്താണ്, നമ്മൾ അനാഥരായി. ഒരു പണി കിട്ടി ഗൈസ്. ഞാൻ എൻ്റെ ടെസ്ലയുടെ കീ എടുക്കാണ്ട് വന്നു. എന്നിട്ട് എൻ്റെ ആപ്പിൽ നിന്ന് എന്നെ എങ്ങനെയോ സൈൻ ഔട്ട് ആയിപ്പോയി. ഇപ്പം സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾക്കൊരു വണ്ടിക്ക് കീ ഇല്ല. അപ്പം ഞങ്ങളിവിടെ ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമോ എന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഇവന്റ് നടക്കുന്ന ഇവിടെയാണ്. അപ്പം ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ സിംഗർ, നമ്മുടെ ഇവിടുത്തെ സെലിബ്രിറ്റി സിംഗർ കം കുക്ക്. ഇന്നെന്താ സ്പെഷ്യൽ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് ഒരു ഉള്ളിയും ഒരു പച്ചമുളകും. വാട്ട് ഇസ് ദിസ്? ഓ, ഉള്ളിവട ഉണ്ടോ? നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അമ്പലത്തിൽ പോവാ. ഞങ്ങൾ ഫുഡ് കഴിച്ചു അമ്പലത്തിൽ പോയിട്ട്. നമുക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ വെച്ചാ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. നമ്മള് നല്ല കറക്റ്റ് അല്ല ഉള്ളിവട റെഡി. പ്രമോദ് തറ തുടയ്ക്കും. അല്ല, പ്രമോദ് കുക്ക് ചെയ്യും. പ്രമോദ് ഇവിടെ തറ തുടയ്ക്കും. പിന്നെ പോയി മേലെ രാത്രി പാട്ട് പാടും. ഇതാണ് നമ്മുടെ സെന്റ് ലൂസിലെ ആസ്ഥാന ഗായിക. ഇന്നത്തെ വൈകിട്ടത്തെ ഉള്ളിവട
ഇല്ല പൈസ എനിക്കത് എന്റെ ഉണ്ടോ? എന്റെ ടിക്കറ്റ് ഉണ്ടോ? അത് രാധിക ആരാധ്യ തരാന്ന് പറഞ്ഞു. പൈസ തരണം ഇങ്ങോട്ടുള്ള. ഞാൻ വിചാരിച്ചു ഗായകന്റെ സ്പോൺസർഷിപ്പ് ആണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കിച്ചണിലെ സൂപ്പർവിഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്. അപ്പൊ കിച്ചണിലെ സൂപ്പർവിഷൻ കഴിഞ്ഞിട്ട് മേലെ സൂപ്പർവിഷന് വേണ്ടി പോവാണ്. എന്തിനാ വന്നതെന്ന് വെച്ചാൽ കാറിൽ നിന്ന് ലോക്ക്ഡ് ഔട്ട് ആയതുകൊണ്ട് വന്നതാണ്. കാറിൽ നിന്ന് എൻ്റെ ഇമെയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം OTP കാറിലോട്ട് ടെസ്ലയുടെ OTP വരും. പക്ഷെ എനിക്കത് കിട്ടിയില്ലായിരുന്നു. ഇപ്പം കിട്ടി. ഞങ്ങൾ നേരത്തെ വരും, കാരണം കൂവാൻ ആൾക്കാർ വേണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് തക്കാളി പറ്റുമോ? തക്കാളി നല്ല തക്കാളി, ക്വാളിറ്റി ബ്രാൻഡ്. അതുപോലെ മുട്ട എറിയുമ്പോ പറഞ്ഞിട്ട് എറിയണം. അല്ല, മുട്ടയ്ക്ക് ഇപ്പൊ ഭയങ്കര എക്സ്പെൻസ് ആണല്ലോ. അതല്ല, മുട്ടയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നെറ്റ് വാങ്ങിച്ചെടുത്താൽ മതി. കൂവി സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും വെച്ച് പിടിക്കും. ഞങ്ങൾ എപ്പോഴും ഡീസന്റ് ഇല്ലേ? അല്ല, പ്രമോദ് ഉദ്ദേശിച്ചത് ഭയങ്കര പിടിച്ചാണ് ഞാൻ കുറിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, നാട്ടുകാർക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ റോഡിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഞങ്ങളൊരു സൂപ്പർവൈസിംഗ് വന്നതാ. ഇവിടെ എന്തെങ്കിലും അലങ്കോലപ്പണിക്ക് ആവശ്യമുണ്ടോ? ഞാൻ പോവാണ്. ബായ്. അടിച്ചു മാറ്റൽ കമ്മലില്ല മല എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പിന്റെ? അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എന്തൊരു ചെലയാ നമ്മള്. ഉണ്ട് എന്റെ ചലക്കലിന്. നമ്മുടെ മഹാത്മാഗാന്ധി സെന്റർ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വൈകിട്ടത്തെ പരിപാടി നടന്നത്. ഒന്ന് ഓവർസീ ചെയ്യാൻ വന്നതാ. കാറിൽ നിന്ന് പുറത്ത് പെട്ടതുകൊണ്ട് അവിടേക്ക് ഒന്ന് ഓവർസീ ചെയ്ത് അവിടെ എല്ലാം കൊള്ളാം. പിന്നെ അവിടുത്തെ അലങ്കോലപ്പണികൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം. ഞങ്ങളാണ് ഇവിടുത്തെ ആസ്ഥാന അലങ്കോലപ്പണികളുടെ ആൾക്കാർ. പക്ഷെ അവർ വിളിച്ചില്ല. അവർക്ക് മാന്യമായി പരിപാടി നടത്തുന്നതുകൊണ്ട് അവർ ഞങ്ങളെ വിളിച്ചില്ല. സാധാരണ കഴിഞ്ഞ കൊല്ലം നമ്മൾ എത്ര ഇവന്റ് ചെയ്തു? നമ്മള് പിന്നെ 8 ചെയ്തു. ഞങ്ങളാണ് അലങ്കോലപ്പണികളൊക്കെ ചെയ്തത്. അതെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് പണിയൊന്നുമില്ല. ഞങ്ങളെല്ലാം നോക്കി വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ടെസ്ലയിൽ കയറാൻ പറ്റി. ആപ്പൊക്കെ ശരിയാക്കി. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിൽ പോകാം. വീട്ടിൽ പോയി ഷട്ടറി ഉണ്ടാക്കണം. കുക്കൂര് വിശക്കുന്നു വീണ്ടും. കാരണം അമ്മയെ വണ്ടി അടിച്ച് ചാത്താനേ. ഞാൻ വിചാരിക്കേ എനിക്ക് എങ്ങനെ ഡീസന്റ് ആവാനായിട്ടൊരു അറിയത്തില്ല. ഈ ഫ്രണ്ട്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ടോണും ഒക്കെ മാറും. അതാണല്ലോ പാഷൻ. പക്ഷെ എനിക്ക് നിങ്ങളല്ല നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്നോട്ട് ഞാൻ ശ്രമിക്കും. ആദ്യം വണ്ടി തുറക്കാൻ പറ്റും നോക്കട്ടെ. തുറന്നു ഗൈസ്. പെട്ടുപോയി. ഒരു എംബാരസിംഗ് മൂവ്മെന്റിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. ആദ്യം ഇവിടെ വന്ന് രണ്ടുപേരും ഒരു ടെസ്ലയുടെ വന്നില്ല. എന്താ പറ്റിയെന്ന് ഞാൻ കഥ പറഞ്ഞുതരാം. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ടെസ്ലയുടെ 2 കീ ഉണ്ടല്ലോ. ടെസ്ലയുടെ 2 കീയിൽ 1 കീ മിസ്സിംഗ് ആണ്. അപ്പൊ ഇനി 1 കീ ഉള്ളു. അപ്പൊ ഇത് ദീപിന്റെ വണ്ടി ആയതുകൊണ്ട് ഞാന് ആ 1 കീ കൊണ്ട് എവിടെയെങ്കിലും കൂടെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കീ എടുക്കാണ്ട് വന്നു. ഫോണിലെ ആപ്പ് സൂക്ഷിച്ചു വെച്ചു. ഫോണിലെ ആപ്പ് വെച്ചിട്ട് ഞാൻ കുറെ നാളായിട്ട് ഞാൻ അങ്ങനെ കീ എടുക്കാണ്ടാ പോകുന്നത്. ഫോണിലെ ആപ്പ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഇന്ന് നോക്കിയപ്പോൾ ഫോണിലത്തെ ആപ്പ് ചാടിപ്പോയി. അല്ല, എന്നെ പുറത്തിറക്കി വിട്ടു. അപ്പോൾ വീണ്ടും സൈൻ ഇൻ ചെയ്യാൻ നോക്കിയപ്പോൾ OTP വന്നപ്പോൾ അതിൻ്റെ ഇമെയിലോട്ടാണ്. ഇമെയിൽ തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് മോളുടെ അടുത്ത് കമ്പ്യൂട്ടർ തുറന്ന് ഇമെയിൽ തുറന്നിട്ടൊക്കെ കിട്ടി. അതിനിടയിൽ അവിടെ നിന്ന് സൂപ്പർവൈസിങ് പരിപാടിക്ക് പോയതുകൊണ്ട് ഇവിടെ പുറത്ത് തണുപ്പത്തൊന്നും കണ്ടുവന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കാണാം. കോൾ വന്നതിനിടെ കട്ടായിപ്പോയി. വീട്ടിൽ വന്നു. അപ്പൊ കുക്കുമണിക്ക് വിശക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ചട്നി ഉണ്ടാക്കുന്നു. തക്കാളി ചട്നി. എന്റെ ബോട്ടിൽ മേലെ ഞാൻ എടുത്തോളാം. അപ്പൊ
അപ്പം നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത്, സ്പെഷ്യൽ തക്കാളി ചട്നി. നമ്മുടെ ഫ്രഷ് ഫ്ലോറിഡയിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില, നമ്മുടെ ഐ മീൻ ടോക്കിംഗ് ടു യു, ഫ്ലോറിഡയിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില നമ്മുടെ സിൻസിയുടെ ഫ്രണ്ട് തന്നുവിട്ട എല്ലാവർക്കും. നമ്മളപ്പോൾ റെഡിയായി. എൻ്റെ ഒരു ഓൾഡ് സാധനം, എല്ലാം ഓൾഡാണ് അല്ലേ. ഞാൻ കടമ ചെയ്യൂ, ഞാനൊരു ജയന്റ്. കൊച്ചിൻ്റെ അടുത്തേക്കുമ്പോ ഞാനൊരു ജയന്റ്. എന്റെ ഇത് നോക്കടാ, ഞാന് ജയന്റ് തന്നെ. അയ്യോ ഇതെല്ലാം ലൂസാണേ, സത്യത്തിൽ ഇത്ര ഇടുന്നില്ല. അല്ല തടി വെച്ചു, അപ്പം നമ്മൾ തടി കുറയ്ക്കുന്നതായിരിക്കും. ഇത് ഭയങ്കര ലൂസാണ്. ഇവിടുന്ന് ഒരു 15-17 മിനിറ്റ്സ് ദൂരമാണ്. അത് നമ്മുടെ അവിടെ നിന്ന് നമ്മളിപ്പോൾ പോയാൽ നമുക്ക് ഫുഡ് കിട്ടും. അല്ല ഫുഡല്ല, ചായ കാപ്പി ഉണ്ടാവുമോ, സ്നാക്ക് കിട്ടും. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് നമ്മൾ ഉള്ളിവട കിട്ടും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഉള്ളിവട ഉണ്ടാക്കുന്നത്, അവിടെ നിന്ന് ഉള്ളിവട കിട്ടും. അപ്പം ഞങ്ങൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ അവിടെയുള്ള ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. വീണ്ടും വിശക്കുന്നു. എന്താണോ നമുക്ക് എപ്പോൾ നോക്കിയാലും കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? നന്നായിട്ട്. 5:30 ആവാറായി. 6:30 പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ 8 എന്തെങ്കിലും കാണുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എനിക്ക് 7, 6, 7, 8 വരെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ പഴംപൊരി കിട്ടില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് നമ്മളിരിക്കുന്നത്. സ്നാക്ക് എന്തെങ്കിലും കഴിക്കുന്നത്, ഗ്യാസ് സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും വാങ്ങിട്ടെ. ടെസ്ല കൊണ്ട് ഗ്യാസ് സ്റ്റേഷനിൽ ഒരാൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണ് വിശക്കുന്നു, അവിടെ അത്ര നേരം ഇരിക്കത്തില്ല നമ്മൾ. അതെ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും സ്നേക്ക് ഉണ്ടോ നോക്കിട്ട് വരാം. ഗ്യാസ് സ്റ്റേഷനിൽ പോയി പഴം വാങ്ങിച്ചു, കുറച്ച് പീനട്സ് വാങ്ങിച്ചു, വിശന്ന് പഴമൊന്നു ചോക്ലേറ്റ് വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. നമ്മുടെ മലയാളികളുടെ ഒരു മ്യൂസിക് പ്രോഗ്രാമാണ്. കൂടുതലും മലയാളീസാണ്, പിന്നെ കുറച്ച് നോൺ മലയാളീസ് ഉണ്ട്. നമ്മുടെ സിംഗേഴ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുൾ പിങ്ക് മയം എന്ന് പാടുന്നവർ പിങ്ക്, കാണുന്നവർ പിങ്ക്, യുവർ ബ്ലാക്ക്. ഞാൻ നമ്മുടെ ഗായകൻ, ഇദ്ദേഹത്തിന്റെ ഭർത്താവാണ് നേരത്തെ കണ്ട ഗായകൻ. അപ്പൊ ഞാൻ ഗായകനോട് പറഞ്ഞിട്ടുണ്ട് തക്കാളി കൊണ്ടുവരുന്നുണ്ട്, മുട്ടയ്ക്ക് വില കൂടിയതുകൊണ്ട് മുട്ട കൊണ്ടുവരാൻ പറ്റില്ല അറിയാം. തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ മെയിൻ ഉദ്ദേശമായ ഉള്ളിവടയും ഫുഡ്. ക്യാമറമാൻ അമ്മുവിനോടൊപ്പം അനശ്വര ചായ എന്താണ് കാപ്പി ഉണ്ടാ? കാപ്പിയാണോ? കാപ്പിയില്ലേ? നമ്മുടെ ഉള്ളിവട ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആകെ 2 തന്നത്. റേഷൻ ഓഫ് ഉള്ളിവടയാണ്. അതെ അതെ. സംഘാടകരോട് നമുക്ക് കംപ്ലൈന്റ് ഉണ്ട്. സംഘാടകരുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ വ്ളോഗ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അടുത്ത പ്രാവശ്യം തിരുത്തുമായിരിക്കും. സെക്കൻഡ് സർവ് ഉണ്ടോ? ഇതെല്ലാം ഇത്രേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുക. ഗായകന്റെ സപ്പോർട്ട് ഗായകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുന്നിലിരുന്നിട്ട് ഗോഷ്ഠികൾ കാണിക്കരുത്. എങ്ങനെയുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കിടപ്പായിരുന്നു. വയസ്സും പ്രായമായതുകൊണ്ട് വന്ന് പലരും കിടപ്പായിരുന്നു. ഞാനില്ലായിരുന്നു, ചില ആൾക്കാരൊക്കെ വയസ്സായതുകൊണ്ട് കിടപ്പായിരുന്നു. ഇനി അങ്ങോട്ട് വെറുപ്പിക്കൽ തുടങ്ങും.
ഗൈസ് എന്തോ ഇരിക്കാൻ വയ്യ ഗൈസ് നമുക്ക് ഇവരുടെ ഈ പാട്ടുണ്ടല്ലോ, ഇവരുടെ ലിസ്റ്റ് സോങ്സ് ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. നമുക്ക് അടുത്ത സ്ലീപ്പ് ഓവറിന് പാടാൻ വേണ്ടിട്ട് നമുക്ക് പാടണേ. പ്രമോദിന് പ്രാണവേദന, രാധുവിന് വീണമായ. ഞങ്ങള് വീട്ടിലെത്തി. വാസനയ്ക്ക് വിശന്നു. അപ്പം ഞങ്ങൾ ഒരു ഐസ്ക്രീം ബിരിയാണി അവിടെ നിന്ന് കിട്ടിയ ബിരിയാണി അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. എൻ്റെ ബിരിയാണി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഐസ്ക്രീം കുക്കുവിനൊക്കെ പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ ഇതിനിട്ട് നടന്ന് പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ലേറ്റായി. യു ടു ഐ തോട്ട് യു ആർ ഓൺ ഡയറ്റ്. എന്താ യു നോട്ട്? ഓക്കെ. ഓ അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഞാനും കഴിക്കട്ടെ. ശരി, ഞാനും കഴിക്കാം. കുക്കു കഴിച്ചോ? അപ്പം എന്നാൽ ഞാനും കൂടെ ബിരിയാണി കഴിച്ചിട്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാണ്. ചിക്കൻ ബിരിയാണിയാണ്. ഇതെന്തായിരുന്നു? അത് തുറന്നു നോക്കില്ല. നോക്ക്, ചിക്കൻ ആണെന്ന് തോന്നുന്നു. തുറന്നു നോക്കുന്നു. ചിക്കൻ ഫ്രൈ ആയിരിക്കും. അപ്പോൾ ഇത് കോളിഫ്ലവർ. അതന്നെ കോളിഫ്ലവർ അല്ലേ? ചിക്കനാണോ കോളിഫ്ലവർ ആണോ? എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ രണ്ടാൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചേ. എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബിരിയാണി കഴിച്ചിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുകയാണ് ഗൈസ്. കുക്കും വേണ്ടി ആഫ്റ്റർ വർക്ക് ഫിനിഷ് ചെയ്തില്ല, പകുതിയായിട്ടുള്ള അല്ലേ കുക്കും. ബെഞ്ചൂസ് ഫുഡ് കഴിക്കുന്നു. വെയിറ്റിംഗ്. ഞങ്ങൾ പോസ്റ്റാണ് ഗൈസ്. ഞങ്ങൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നി. ടൈം ഇസ് 10:34 PM. അപ്പം ഞങ്ങളിവിടെ അടുത്ത് ഇത് 11 മണി വരെ എത്താം. 11:30 വരെ ഇത് തുറന്നിരിക്കും. അപ്പം ഞങ്ങൾ ഡ്രൈവ് ത്രൂ, തണുപ്പുണ്ട് കുറച്ച്. അപ്പം നമ്മൾ ഇറങ്ങി അവിടെ തണുപ്പത്ത് വെയിറ്റ്. ഇവിടെ കുറേ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ ലൈൻ നിൽക്കുക. അപ്പം ഞങ്ങൾ ഇവിടെ കാറിൽ ഡ്രൈവ് ത്രൂവിൽ നിൽക്കുകയാണ്. കുറേ നേരമായി പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. പോയി ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാണേ. പൈനാപ്പിൾ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.